നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം മതി ശരിക്കും വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. ഉള്ളിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇതിൻ്റെ കവറിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതാദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു പഞ്ചസാരയുടെ തരികളൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേർന്ന് വരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനൊരു 1/2 കപ്പ് അളവ് വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചൂടായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ചേർക്കുമ്പോൾ എക്സ്പയറി ഒന്നും ആവാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളം ചൂടായിരിക്കണം. ഒന്ന് മിക്സ് ചെയ്ത് ഞാനവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട പഞ്ചസാര മിക്സിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കപ്പ് അളവ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ടും തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൂട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്റ്റിക്കി ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ അവസാനം കാണിച്ചു തരാം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1/4 കപ്പ് അളവ് വെള്ളം എടുത്തിട്ട് ഞാൻ അതിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെള്ളം അവിടെ ബാക്കിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കയ്യിലൊക്കെ ഒരല്പം പറ്റിപ്പിടിക്കുന്ന രീതിയിലാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത്. ഇതുപോലെയാണ് കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. ഒരുപാട് ഡ്രൈ ആവരുത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ അമർത്തി നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നീഡ് ചെയ്തെടുക്കണം. കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഇതുപോലെ നീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വലിയുന്ന രീതിയിലേക്ക് ആവും. ഈ ഒരു രീതിക്ക് കൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഒന്നും കുഴക്കുന്ന പോലെയല്ല. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ച് മൈദയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കൂട്ട് തയ്യാറായി വന്നതിന് ശേഷം ഞാനൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം കൂട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് ഡബിൾ സൈസ് ആവണം. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ സൈസ് ഡബിളായിട്ട് വരും. നല്ല ചൂടായിട്ടുള്ള സ്ഥലത്താണ് ഉള്ളതെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ സമയത്ത് തന്നെ റെഡിയാകും. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 150 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ ഞാനിത് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും മസാലകൾ ചേർത്തതിന് ശേഷം ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാത്തത്. നിങ്ങൾ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നതെങ്കിൽ ഉപ്പും കൂടി ഇട്ടിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ചിക്കൻ ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു എണ്ണ ആ ഒരു ചിക്കൻ വറുത്ത എണ്ണ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ ഉണ്ടാകും. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഉള്ളിയൊക്കെ ഒന്ന് വാടി നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് പച്ചക്കറി ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ വെറുതെ ചിക്കൻ്റെ കൂട്ട് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഇതുപോലെ ചെറുതായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിവിടെ എരിവിന് പാകത്തിന് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാവുന്നതാണ്. ഒന്ന് നന്നായിട്ട് തന്നെ ഞാനിവിടെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് പൾസ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പച്ചക്കറികളൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങനെ വെന്തൊടയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ആ ഒരു ചിക്കൻ്റെ ഉപ്പ് മനസ്സിൽ കണ്ടിട്ടാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പച്ചക്കറിയിലൊക്കെ ചിക്കൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങി വരാൻ വേണ്ടി സഹായിക്കും. ഇതെന്തായാലും ചെയ്യണം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു കൂട്ട് 2 മണിക്കൂർ നേരത്തേക്കാണ് റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കൂട്ട് നന്നായിട്ട് പൊങ്ങി വന്ന് ഡബിൾ സൈസ് ആയതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും. ഇതുപോലെ ഡബിൾ സൈസ് ആയി വരണം. ഇനി ഇത് ഒന്ന് കയ്യിൽ എണ്ണയാക്കിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു കൂട്ടൊന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ നന്നായിട്ട് പറ്റും. അതിനുശേഷം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ടുണ്ട്. കയ്യിൽ പറ്റുമ്പോൾ ചെറുതായിട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിനി ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടായതുകൊണ്ട് തന്നെ ഇതുപോലെ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഉരുളകൾ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. മീഡിയം വലിപ്പത്തിലുള്ള 6 ഉരുളകളാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു തുണി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. ബാക്കിയുള്ള കൂട്ടി ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം കനത്തിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്, ഒരുപാട് നേർത്തിട്ടല്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് മയണൈസാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മയണൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സോസ് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 അറ്റവും പിടിച്ച് ഇതുപോലെ ഒന്ന് അമർത്തി സീൽ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സീൽ ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ അത് തുറന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇതിൻ്റെ ഒരു സെൻറ്ററിലേക്കായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് സീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി അമർത്തി സീൽ ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊട്ടി അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെറ്റ് ചെയ്തെടുക്കാം. ഇതിനി വെക്കുന്ന പാത്രത്തിൻ്റെ മുകളിലും മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം അനക്കാതെ വയ്ക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം.
മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇത് റെഡിയാക്കി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇത് പാകത്തിന് റെഡിയായി വന്നോളും. ഇപ്പോൾ ദാ എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണിത്. നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണാണ്. ചിക്കൻ സ്റ്റഫിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഇരിക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ബണ്ണ് കിട്ടിയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമ്മൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.